കേൾക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് അക്ഷയ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ജോയിനിങ് ആയിരിക്കുന്നത്. ഞാനൊരു ഹൗസ് വൈഫ് കൂടിയാണ്. ഞാൻ ഈ ബിസിനസ്സുമായി കണക്ട് 4 months ആയി. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ പ്ലാൻ പ്രസന്റേഷനിലേക്ക് സ്റ്റാർ ഡയറക്ടറും കാർ ഫണ്ട് അച്ചീവറുമായ നമ്മുടെ സുരേഷ് സാറിനെയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. സാർ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. വർക്കിന്റെ കൂടെ തന്നെ അതായത് മെക്കാനിക്കൽ എഞ്ചിനീയർ കൂടിയാണ് നമ്മുടെ സാറ്. അപ്പൊ സാർ ഈ വർക്കിന്റെ കൂടെ തന്നെ ഈ ബിസിനസ്സും പാർട്ട് ടൈം ആയിട്ടും സാർ ചെയ്യുന്നുണ്ട്. സാർ ഈ ബിസിനസ്സുമായി കണക്ട് ആയിട്ട് 4 years ആയി. ഞാൻ സാറിനെ വെൽക്കം ചെയ്യുന്നു. വെൽക്കം സാർ. താങ്ക് യു മാഡം അക്ഷയ, താങ്ക് യു വെരി മച്ച്. എന്നെ വളരെ നന്നായിട്ട് തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബിസിനസ്സിലെ ഓരോ വ്യക്തികളും ഇങ്ങനെ ഒരു 4 മാസമേ ആയിട്ടുള്ളൂ. ഒരു പേഴ്സണാലിറ്റി ഒരു വളരെ ചേഞ്ചസ് കൊണ്ടുവരാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ ശരിക്കും കൺഗ്രാറ്റ് ചെയ്യുകയാണ് നിങ്ങളെ ഈ സമയത്ത്. ഓക്കെ, പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഇത്ര നല്ല പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ഈ ബിസിനസ്സിൽ പിന്നെ ശരിക്കും ഒരു സ്ക്രീനിന്റെ സഹായത്തിലാണ് പറയുന്നത് കേട്ടോ. ഒരു 10-20 മിനിറ്റ് പ്രസന്റേഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇൻ കേസ് പിന്നെ നമുക്ക് പ്രയറിന്റെ ടൈം ആയതുകൊണ്ട് ചിലവർക്ക് ഫുൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളവർ ജസ്റ്റ് ഹായ് ആക്കി പറഞ്ഞാൽ മതി. ഞാൻ റെക്കോർഡ് അയച്ചു തരാം കേട്ടോ. റെക്കോർഡ് അയച്ചു തരാം. അപ്പോൾ ആ ടൈം വരെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാമല്ലോ. പിന്നെ വേറൊരു എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബിസിനസ് 4 വർഷം മുമ്പേ ഞാനൊരു കമ്പനി, എന്തായാലും മെയിൻ്റെനൻസ് കമ്പനി സ്റ്റാർട്ട് ചെയ്യേണ്ട പ്ലാനിലായിരുന്നു. ആ ടൈമിലാണ് എനിക്ക് അവസരം കിട്ടുന്നത്. പക്ഷെ ഞാൻ ആ മെയിൻ്റെനൻസ് കമ്പനിയിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും. ആ കൊറോണ ടൈമൊക്കെ ആയിരുന്നു. സാധ്യത വന്നപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ തന്നെ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ ഇതിലോട്ട് പിന്നെ ഇതിനെ സീരിയസ് ആയിട്ട് കാണുകയാണ് ചെയ്തത്. ഞാനും വൈഫ്, എൻ്റെ വൈഫ് അശ്വിനി ഇവിടെ ഉണ്ട്. അപ്പൊ അവർ ഞങ്ങൾ സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നത്. ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് അശ്വിനി എൻ്റെ വൈഫ് ഫുൾ ടൈം ആയിട്ട് ഇതിലോട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം 20 വർഷമായിട്ട് ഗൾഫിലുണ്ട്. ഇത് നാട്ടിൽ പോയാൽ എന്തെന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓരോ വെക്കേഷൻ പോകുമ്പോഴും ടെൻഷനാണ്. നാട്ടിൽ പോയാൽ എന്ത് ചെയ്യും എന്നുള്ളത്. കാരണം മിക്ക ആൾക്കാരും അറിയില്ല, നമ്മൾ സേവിങ് വലിയ സേവിങ് എത്ര ആയാലും നമുക്ക് വലിയ പറ്റില്ലായിരിക്കും. ഫാമിലിയൊക്കെ ഉണ്ടാകുമ്പോഴും സേവിങ് വളരെ കഷ്ടമായിരിക്കും. പക്ഷെ അപ്പൊ എനിക്ക് ഈ ബിസിനസ്, ഞാൻ ഈ ബിസിനസ്സിൽ എനിക്ക് ഉണ്ടാക്കിയ ബിസിനസ്, ഡെവലപ്പ് ചെയ്ത ബിസിനസ് ഇപ്പൊ നാട്ടിൽ പോയാലും ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ സമയത്തും എനിക്ക് എപ്പോൾ നാട്ടിൽ പോയാലും എൻ്റെ നാട്ടിലെ ബിസിനസ്സാണ്. എൻ്റെ ബിസിനസിന്റെ 90% ഉള്ളത് പിന്നെ ഇന്ത്യയിൽ തന്നെയാണ്, അധികം കേരളത്തിലാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പ്രവാസികൾക്ക്, ഒരുപാട് പ്രവാസികൾ ഇതിലുണ്ട്. അപ്പോൾ വളരെ ഒരു പിന്നെ രീതിയിൽ സീരിയസ് ആയി എടുക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രവാസികളായിക്കോട്ടെ, വീട്ടമ്മമാരായിക്കോട്ടെ, അല്ല ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, എല്ലാവർക്കും ഇതിന് ഒരു കാറ്റഗറി ഇല്ല. എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷെ ഇതിനെ മനസ്സിലാക്കി എടുക്കണം. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇതുപോലത്തെ കണ്ടിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾക്ക് ഇതുവരെ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ അവസരം പോലും ആരും തന്നിട്ടുണ്ടാവില്ല. ഈ പ്ലാറ്റ്ഫോം ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അത് തന്നെ നിങ്ങൾക്ക് ഇവിടെ അവസരമുണ്ട്. കാരണം അത്രയ്ക്കും നമുക്ക് എല്ലാവർക്കും ഒരേപോലെ സക്സസ് ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. പിന്നെ സ്ക്രീനിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്ലോസിംഗ് സെഷൻ ഉണ്ട്. അപ്പൊ സെഷൻ വരെ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഡൗട്ട് എന്തുണ്ടെങ്കിലും ചോദിച്ചിട്ട് 100% ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രം ബിസിനസ് ആയിട്ട് തിരഞ്ഞെടുക്കുക കേട്ടോ. ഇവിടെ സിഒ എന്ന് കാണുന്നുണ്ട് അല്ലെ, കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. അതായത് നമ്മുടെ ജനിച്ചത് മുതൽ നമുക്ക് ഒരുപാട് ചെലവുകളുണ്ട് അല്ലെ. ആ ചെലവിനെ വീണ്ടും നമ്മൾ വരുമാനമാക്കി എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണിത്. നമ്മൾ ഇന്നേ വരെ ഞാൻ പിന്നെ നമ്മുടെ ഓരോ ആൾക്കാരും അല്ലെ, ജീവിതത്തിൽ ചെലവുകളാണ് നമുക്ക് കൂടുതൽ വരുന്നത്. വരുമാനത്തെക്കാൾ മിക്ക ആൾക്കാരും നോക്കിക്കഴിഞ്ഞാൽ ചെലവുകൾ കൂടി വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അല്ലെ. ഹോസ്പിറ്റൽ ഫീസുകളും വീണ്ടും എങ്ങനെ ഒരു വരുമാനമാക്കി മാറ്റിയെടുക്കാം എന്നുള്ളത് ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടുക വളരെ ഭാഗ്യമാണ്. ഞാനും ഒരു 4 വർഷം മുമ്പേ നിങ്ങളെ പോലെ ഇതുപോലെ വന്ന് അറ്റൻഡ് ചെയ്തിട്ട് 1-2 പ്രാവശ്യം, ഒരുപാട് പ്രാവശ്യം അറ്റൻഡ് ചെയ്ത ശേഷമാണ് തീരുമാനം എടുത്തത്. ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട്. സിഒ എന്ന് പറഞ്ഞാൽ കൺസ്യൂമറിനെ എംപവർമെന്റ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. വിന്നിന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം ത്രൂ ആണ് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് ബിസിനസ് കണ്ടിരിക്കാം. ആ ബിസിനസ്സുകളൊക്കെ പലപ്പോഴും പകുതി വഴി വെച്ച് എല്ലാവരും മിക്ക ആൾക്കാരും നിർത്തിപ്പോവാറുണ്ട്, ലോസ് ആവാറുണ്ട്. പക്ഷേ നമ്മളെ ഈ ബിസിനസ്സിൽ വിന്നിറ്റ് എന്ന സിസ്റ്റം ത്രൂ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ബിസിനസ് നയിക്കുന്ന ഒരാൾ ആരില്ലെങ്കിൽ പോലും ഈ ബിസിനസ് ഓട്ടോമാറ്റിക്കായി ചെയ്യും. അതുകൊണ്ട് സിസ്റ്റമാണ്. ഒരുപാട് ആൾക്കാരെ, ഒരുപാട് ഫാമിലീസ്, ഒരുപാട് വ്യക്തികളെ പിന്നെ സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ പേഴ്സണലായിട്ടും പിന്നെ ഹെൽത്ത് ആയിട്ടും ഒക്കെ പിന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെയ്യുന്ന ഒരു വിന്നിറ്റിംഗ് സിസ്റ്റമാണ് പിന്നെ
ഒരു സിസ്റ്റമാണ്, ബിസിനസ് സിസ്റ്റമാണ് വിന്നിംഗ് ടീം എന്നുള്ളത്. ഓക്കെ, നമുക്കറിയാം നമുക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട് അല്ലെ. ഒരു മനുഷ്യൻ, ശരാശരി മനുഷ്യൻ നല്ലൊരു ഒരുപാട് കാശ് ആവശ്യമാണ്. അതുപോലെ ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ സഞ്ചരിക്കാൻ ആഗ്രഹങ്ങൾ ഉണ്ടാവാം, ഇഷ്ടപ്പെട്ട വീട് വെക്കാൻ ആഗ്രഹങ്ങൾ ഉണ്ടാവാം, ഫാമിലിയായിട്ടുള്ള ഒത്തൊരുമിച്ചുള്ള ജീവിതം, ഇതൊക്കെ ആഗ്രഹിക്കാതെ ഒരു വ്യക്തി ഉണ്ടാവില്ല അല്ലെ. പലപ്പോഴും നമ്മളൊരു കടം വെച്ചിട്ട് അല്ലെ, കടം എടുത്തിട്ട് വീട് വെക്കുമ്പോഴേക്കും നമ്മൾ എന്താ ചെയ്യുക, അതിന്റെ EMI അടച്ച് തന്നെ നമ്മളെ പലപ്പോഴും നമ്മുടെ ലൈഫ് മൊത്തം എഴുതി. ചിലപ്പോൾ കാർ വാങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു കാർ വാങ്ങാനും പറ്റില്ല, ഇഷ്ടപ്പെട്ട കാർ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ചിലപ്പോൾ സാധാരണ കാറുകൾ വാങ്ങാൻ പറ്റുള്ളൂ. എപ്പോഴും കാശില ടെൻഷന്, ഫാമിലി, കാരണം ഇതൊക്കെ ടെൻഷൻ കാരണം നമുക്ക് ദൂരെ ഒരു യാത്ര പോകാൻ പറ്റില്ല. അപ്പൊ അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് ഒന്നിച്ചൊരു സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റില്ല. എപ്പോഴും സ്ട്രെസ്ഡ് ലൈഫാണ് മിക്ക ആൾക്കാരുടെയും. ഈ എല്ലാ സ്വപ്നങ്ങളും നമുക്ക് ഒരു കുടക്കീഴിൽ നമ്മൾ സീരിയസ് ആയി ബിസിനസിനെ കാണെങ്കിൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. വാട്ട് യു ഗെറ്റ്, നിങ്ങൾക്ക് ഈ ബിസിനസ് എന്താണ് കിട്ടുക? ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പറയുന്നത്, കാരണം നിങ്ങൾക്ക് ലാസ്റ്റ് സംസാരിക്കുന്ന അവസരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫാസ്റ്റ് ആയിട്ട് പറയുന്നത്. വാട്ട് യു ഗെറ്റ്, നിങ്ങൾക്ക് ഇവിടെ എന്താണ് കിട്ടുക? എക്സ്ട്രാ ഒരു ഇൻകം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഞാൻ അബ്സല്യൂട്ട്ലി പാർട്ട് ടൈം ആയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒരുപാട് ആൾക്കാർ ഫുൾ ടൈം ആയി ചെയ്യുന്നുണ്ട്. എന്റെ വൈഫിനെ സംബന്ധിച്ചിടത്തോളം ഫുൾ ടൈം ബിസിനസ് ആയിട്ട് അവൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫാമിലീസ്, ഇത് എന്റെ ഒരു ഓർഗനൈസേഷന്റെ മീറ്റ് ആണ്. ഇതുപോലെ ഒരുപാട് നടക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോ പാർട്ട് ടൈം ആയിട്ട് ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ പറ്റും. ഫൈനാൻഷ്യൽ ഫ്രീഡം, നിങ്ങൾക്ക് എത്ര കാശ് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും അല്ലെ. ബിസിനസ് ആണല്ലോ, നമുക്ക് എത്ര കാശ് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. പലപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയാലും ഒരു സാധനം വാങ്ങുമ്പോഴും ഇതിന്റെ കാശ് എത്ര ചോദിച്ചിട്ട് അതിനെ ഒരുപാട് ആർഗ്യം ചെയ്തിട്ടും നമ്മൾ ടെൻഷൻ അടിച്ചൊക്കെയാണ് നമ്മൾ ഫുഡ് പോലെ ഓർഡർ ചെയ്യുമ്പോഴും അതിന് എത്ര പൈസ ചോദിച്ചാൽ ചെയ്യുക. കാരണം നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം ഇല്ല, ഒരു നിശ്ചിത തുക ഉണ്ട്, അത് മാത്രമേ നമുക്ക് ചിലവാക്കാൻ പറ്റുള്ളൂ. ടൈം ഫ്രീഡം, നമുക്ക് എത്ര ടൈം, ഏത് ടൈം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ഫ്രീ ടൈം ഉപയോഗിച്ചാ ചെയ്യുന്നത്. മിക്ക ആൾക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് മറ്റുള്ള നമ്മുടെ ബിസിനസ് പോലെ ഒരുപാട് ടൈം ഇൻവെസ്റ്റ്മെന്റോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്രീ ടൈം ഉപയോഗിച്ച് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് ഹെൽത്ത്, നമുക്കറിയാം ഒരുപാട് ബിസിനസ്സുകാരെ കണ്ടിരിക്കാം, അവര് ഒരു വലിയ ബിസിനസ് നടക്കുന്നുണ്ടാവാം, അവർക്ക് സ്ട്രെസ്സും ഒക്കെ ആയിട്ട് ഷുഗർ, പ്രഷർ, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാണാം. കാരണം ബിസിനസിന്റെ സ്ട്രെസ് ആണ്. ഇവിടെ നമുക്ക് യാതൊരു കാരണവശാലും അങ്ങനെയൊന്നും ഉണ്ടാവാൻ ഇല്ല. കാരണം നമ്മുടെ ഹെൽത്തി ആയിട്ടില്ല, ഒരുപാട് നമ്മുടെ ഹെൽത്ത് പേഴ്സണാലിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടുള്ള ബിസിനസ് ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്തിന് കമ്പനി വളരെ ഹൈ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. ലിവ് എ ലെഗസി, നമുക്ക് ഈ ബിസിനസ് 3 തലമുറ വരെ കൈമാറാൻ പറ്റും. നമ്മൾ ശേഷം അടുത്തടുത്ത തലമുറ കൈമാറ്റാൻ പറ്റും. അതായത് വരുന്ന തലമുറകൾ നമ്മൾ അറിയപ്പെടാൻ പറ്റും. ഇയർലി റിട്ടയർമെന്റ്, നമുക്ക് ബിസിനസ്സിൽ വളരെ പെട്ടെന്ന് റിട്ടയർമെന്റ് എടുക്കാം. ഇപ്പൊ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിക്കോട്ടെ, പ്രൈവറ്റ് എംപ്ലോയി ആയിക്കോട്ടെ, അവർക്ക് 55 വയസ്സായതിനു ശേഷം റിട്ടയർമെന്റ് എടുക്കണം. അതിനുശേഷം അവർക്ക് ഫ്രീ ആവുന്നത് അല്ലെ. നമ്മുടെ അപ്പോഴേക്കും എന്താ, ചിലപ്പോൾ അസുഖം വന്നു പിടിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ അവർ നല്ല സമയങ്ങൾ ഒക്കെ കളഞ്ഞിട്ടുണ്ടാവും അവര് അല്ലെ. ഇത് ഡ്യൂട്ടി തന്നെ കളഞ്ഞിട്ട് നമ്മുടെ ടൈം വേസ്റ്റ് ആയി പോയിട്ടുണ്ടാവും, നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ഈ ബിസിനസ്സിൽ 3 to 5 ഇയറിൽ നിങ്ങൾക്ക് റിട്ടയർമെന്റ് എടുക്കാം. അതായത് നിങ്ങൾക്ക് 3 to 5 കഴിഞ്ഞാൽ ഒരു സിസ്റ്റം, നമ്മുടെ ബിസിനസ്സിന് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ ടൈം ഉണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടയർമെന്റ് എടുക്കാം. നമ്മുടെ ബിസിനസ് ഓട്ടോമാറ്റിക് റൺ ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തും അല്ലെ. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഞാനിപ്പോ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല, മനസ്സിലായി. ഈ ബിസിനസ്സിലോട്ട് വന്നതിന് ശേഷമാണ് ഞാനൊരു എഞ്ചിനീയർ ആണെങ്കിൽ പോലും, എഞ്ചിനീയറിംഗ് ഫീൽഡ് ആണെങ്കിൽ പോലും ഞാൻ ഇതുപോലെ ഒരു പേഴ്സണാലിറ്റി സംസാരിക്കാനോ ഇതൊരു ട്രെയിനിങ് എടുക്കാനോ സെഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതിൽ എന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യാനും ഒക്കെ എനിക്ക് വളരെ പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്ത മാഡം അക്ഷയ, അവരും തീരെ സംസാരിക്കാത്ത വ്യക്തിയാണ്, ഒരുപാട് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിലൊന്നും പെർഫോം ചെയ്യാത്ത വ്യക്തിയാണ്. പക്ഷെ ആദ്യമായിട്ടാണ് പെർഫോം ചെയ്ത് വളരെ പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ട് ചെയ്തു. കാരണം ഈ വിന്നിംഗ് ടീമിൽ നിന്ന് കിട്ടിയ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇതിന് കിട്ടിയ ട്രെയിനിങ് ആണ് അല്ലെ. അതുപോലെ തന്നെ ട്രാവൽ അറൗണ്ട് ദ വേൾഡ്, നമുക്ക് ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ സാധാരണ വെക്കേഷൻ ടൈമിലൊക്കെ അടുത്തുള്ള എവിടെയെങ്കിലും നമ്മൾ ട്രാവൽ ചെയ്യുക അല്ലെ, ടൂർ എന്തെങ്കിലും പോവുക. ഇവിടെയാണെങ്കിൽ നമ്മൾക്ക് ഇന്റർനാഷണൽ ടൂറുകൾ കമ്പനി ഇയർലി 2 ടൈം തരുന്നുണ്ട്. നമ്മൾ സെല്ലോ ഡയറക്ടർ എന്ന ലെവലിൽ എത്തുകയാണെങ്കിൽ നമ്മൾക്ക് കമ്പനി ട്രാവൽ ഫണ്ട് സ്റ്റാർട്ട് ആയിരുന്നായിരിക്കും. ഞാനിപ്പോൾ ട്രാവൽ ഫണ്ട് വാങ്ങുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഒരു ഓർഗനൈസേഷൻ ഒരുപാട് ആൾക്കാർ ട്രാവൽ ഫണ്ട് വാങ്ങുന്നുണ്ട്. അതുപോലെ ഹെൽപ്പിംഗ് ടു അതേഴ്സ്, ഈ ബിസിനസ് നമ്മൾ വേറൊരാൾക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് മറ്റുള്ളവർ ചെയ്യുന്ന ഹെൽപ്പാണ്. ഞാനിപ്പോ എല്ലാവർക്കും ഉണ്ടാവും അല്ലെ, ഒന്നും അവരെ ഹെൽപ്പ് ചെയ്യണം, സഹായിക്കണം എന്നില്ല, മറ്റുള്ളവരെ സഹായിക്കണം എന്നൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവും, ആഗ്രഹം ഉണ്ടാവും. പക്ഷെ മിക്ക ആൾക്കാർക്ക് പറ്റുന്നില്ല. കാരണം എന്താണ്, പൈസ ഉണ്ടാവില്ല അല്ലെ. ഒരുപാട് പൈസയൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മുടെ ജീവിത ചെലവിനെ എപ്പോഴും തട്ടിമുട്ടി പോവാണ്. ആ അവസ്ഥയിലാണ് എങ്ങനെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ നിങ്ങൾ ഈ ബിസിനസ് ഒരാൾക്ക് ഇത് ഷെയർ ചെയ്യുകയാണെങ്കിൽ, അവർ ഈ ബിസിനസ് സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരമാണ്. ഞാൻ ഒരുപാട് ആൾക്കാരിലോട്ട് ബിസിനസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അവർ ഈ വന്നൊരു ആരെങ്കിലും ഒരാൾ ആരൊക്കെ ഇതിന് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്,
അവർക്ക് ഞാൻ ചെയ്യുന്ന ഒരു ഹെൽപ്പ് ആയിരിക്കും. പക്ഷെ നിങ്ങളും അതേപോലെ ചെയ്യുമ്പോൾ ഒരു വലിയൊരു ഓർഗനൈസേഷനോട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി പിന്നെ ഗൾഫുകാർക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന മെന്റാലിറ്റിയാണ് അല്ലെ, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഭയങ്കര പിന്നെ മെന്റാലിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും നമുക്കൊക്കെ വളരെ പിന്നെ സപ്പോർട്ടീവ് ആവുന്ന ഒരു ബിസിനസ് ആണിത്. നമ്മുടെ കമ്പനിയുടെ പേര് ഞാൻ കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും കമ്പനിയുടെ പരിചയപ്പെടുത്തിയിട്ടില്ല. കമ്പനി വെസ്റ്റേജ് മാർക്കറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേര്. 2004 ഏകദേശം 10 പ്രൊഡക്റ്റും 2 ഓഫീസും 6 ഡിസ്ട്രിബ്യൂട്ടറുമായിട്ട് സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. ഇന്ന് 22 വർഷം ആകുമ്പോഴേക്കും 22 വർഷം 450 കൂടുതൽ സ്വന്തം പ്രൊഡക്റ്റ് കമ്പനിക്ക് ഉണ്ട്. അതുപോലെ തന്നെ 5000 കൂടുതൽ ഓഫീസ് ഉണ്ട്. 5 കോടിയിലേറെ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്. 6 ഡിസ്ട്രിബ്യൂട്ടറിന് 5 കോടി എത്തിയിട്ടുണ്ട് 22 വർഷം കഴിയുമ്പോഴേക്കും. ഇതിന്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് മിസ്റ്റർ ഗൗതം ബാലി, മിസ്റ്റർ കൻവർ സിംഗ്, മിസ്റ്റർ ദീപക് സുദ്, ഈ 3 ഫൗണ്ടേഴ്സ് ആണ് ഉള്ളത്. ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ വേൾഡിലെ 100 കമ്പനി എടുക്കുകയാണെങ്കിൽ വെസ്റ്റേജ് കമ്പനി 30ാമത്തെ പ്ലേസിൽ ഉള്ളത്. നേരത്തെ ഇതിന്റെ സ്ലൈഡാണിത്, അത് 38ആയിരുന്നു, ഇപ്പൊ 30ാമത്തെ പ്ലേസിലാണ് ഉള്ളത്. ഇന്ത്യയിൽ നിന്ന് ഒരു കമ്പനി മാത്രമേ അതിലോട്ട് സെലക്ട് ആയിട്ടുള്ളൂ, വെസ്റ്റേജ് ആണ്. അതുകൂടാതെ തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ UAE, സൗദി, ഐവറി കോസ്റ്റ്, ബംഗ്ലാദേശ്, തായ്ലൻഡ്, ഗാന, ഫിലിപ്പീൻസ്, ഇവിടെയൊക്കെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സ് അവിടെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാവുന്നതായിരിക്കും. ഞാൻ UAE ഇരുന്നു കൊണ്ട് എന്റെ ബിസിനസ്, സിംഗപ്പൂരിൽ ബിസിനസ് ലോഞ്ച് ആയിട്ടില്ല, അവിടെ പോലും ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. UAE ചെയ്യുന്നുണ്ട്, സൗദി ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും ബിസിനസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഇവിടുന്ന് എവിടെയും പോയിട്ടില്ല, ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് ബസ്സിന് ചെലവില്ല, പെട്രോൾ കാശില്ല, ചെലവില്ല, പിന്നെ ഒന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള ഫ്രീ വൈഫൈ ഉണ്ട്, അത് ഉപയോഗിച്ച് എന്റെ ഫ്രീ ടൈം, അതും ജോലി ടൈമിൽ ചെയ്യില്ല, ഫ്രീ ടൈം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തിട്ട് എന്നെ ഇതിലോട്ട് പിന്നെ എനിക്ക് ബിസിനസ് പഠിപ്പിക്കുകയും ചെയ്ത മനോജ് സർ കണ്ണൂരിലെ അവര് ബിസിനസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവര് പിന്നെ ഉള്ള എന്താ സാലറി ലെവൽ എത്തുമ്പോഴേക്കും, അവർക്ക് നല്ല വരുമാനത്തിൽ എത്തുമ്പോഴേക്കും അവര് നാട്ടിലോട്ട് സെറ്റിലായി. അപ്പൊ നാട്ടിൽ ഫുൾ ടൈം ചെയ്യുന്നുണ്ട്. ഇനിയും ഒരുപാട് ആൾക്കാർ അതുപോലെ പ്ലാൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയ്ക്കും ഈ സമയത്ത്, പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ നമുക്ക് വളരെ സീരിയസ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് ആണ്. തീർച്ചയായിട്ടും നമ്മൾ പിന്നെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തവരായിട്ട് കൂടെ നിൽക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ബിസിനസ് സക്സസ് ആകാൻ പറ്റും. പക്ഷെ ഒരു കാര്യം, വളരെ വലിയൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ സക്സസ് ആവാം. ട്രഡീഷണൽ മാർക്കറ്റിംഗ് അറിയാലോ, ഇതെന്താ നല്ലൊരു ഐഡിയ തരിക. ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണ്. നമ്മളൊരു ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങുകയാണെങ്കിൽ മാനുഫാക്ചറിന് C&F, സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, ഹോൾസെയിൽ, റീറ്റെയിലർ, അങ്ങനെ ഇത്ര ആൾക്കാരുടെ കയ്യിൽ മാറിയാണ് കൺസ്യൂമറെ നമ്മൾ കിട്ടുന്നത്. അതായത് ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും, അതിലൂടെ പരസ്യക്കാരും വരുന്നുണ്ട്, മോഹൻലാലും മമ്മൂട്ടിയും ഐശ്വര്യറായും ഒക്കെ. ഇവർക്ക് ഓരോ പരസ്യത്തിന് വരുന്നുണ്ടല്ലോ, ഇവർക്കും കൂടി കൊടുക്കണം ഒരു പ്രൊഡക്റ്റിന്റെ പേര്, ഒരു സാധനത്തിന്, എന്തൊരു സാധനം വാങ്ങുമ്പോൾ. അപ്പൊ അതായത് 60% പോകുന്നത് ഇടനിലക്കാർക്കും പരസ്യക്കാർക്കുമാണ്. അപ്പോ ഞാൻ ഈ പരിചയപ്പെടുത്താൻ പോകുന്ന ബിസിനസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. ഈ ഡയറക്റ്റ് സെല്ലിംഗ് വരുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂസ് ആവുക, നമ്മളല്ല കേട്ടോ സെല്ല് ചെയ്യുന്നത്. നാട്ടിൽ ഒരുപാട് ബിസിനസ് ഉണ്ട്, ഡയറക്റ്റ് സെല്ല് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് സഞ്ചിയിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങി സെല്ല് ചെയ്യാൻ പറ്റുന്നത്. അബ്സല്യൂട്ട്ലി റോങ് ആണത്, അതല്ല ബിസിനസ്. ഡയറക്റ്റ് സെല്ല് ചെയ്യുന്ന കമ്പനി നമ്മളോട്ട്, കൺസ്യൂമറെ നമ്മളോട്ട് ഡയറക്റ്റ് സെല്ല് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളാണ് കമ്പനി വാങ്ങുന്നത് കേട്ടോ, അല്ല നമ്മുടെ സെല്ല് ചെയ്യുന്നതല്ല പറയുന്നത്. അതായത് നമ്മുടെ ഈ കമ്പനി ഡയറക്റ്റ് ഇടനിലക്കാരും പരസ്യക്കാരും ഒഴിവാക്കൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ, നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇവിടെ 60% ആണ് കമ്പനി സേവ് ചെയ്യുന്നത്. ഈ സേവ് ചെയ്യുന്ന എമൗണ്ട് കമ്പനി കൺസ്യൂമറെ നമുക്ക് തന്നെ പിന്നെ ഷെയർ ചെയ്ത് തരുന്നുണ്ടായിരിക്കും. ഇതിനെയാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ എങ്ങനെയാണ് ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ചേഞ്ച് യുവർ ഷോപ്പ്, ചേഞ്ച് യുവർ ലൈഫ്. മിക്ക ആൾക്കാരും അയ്യോ ഇത് നാട്ടിലെ ബിസിനസ് ആണ് അല്ലെ, നാട്ടിൽ ആദ്യം ഒരു 25,000-30,000 സാധനം വാങ്ങട്ടെ, ഒന്നും ആവശ്യം. ചേഞ്ച് യുവർ ഷോപ്പ് എന്നേ പറയുന്നുള്ളൂ. അതായത് നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്. ഇപ്പൊ അടുത്ത മാസം അല്ലെങ്കിൽ ഈ മാസം എനിക്ക് വീട്ടിലേക്ക് 2 സോപ്പും 2 പേസ്റ്റും പിന്നെ ആവശ്യമാണ്. അല്ലെങ്കിൽ എനിക്ക് പിന്നെ പേസ്റ്റ്, ചായപ്പൊടി, അതുപോലെ പിന്നെ ഡിഷ് വാഷ്, ബ്രേക്ക്ഫാസ്റ്റ് സീരിയല്, ഫ്രഷ് അപ്പ് ഡ്രിങ്ക്, അതങ്ങനെ കുറച്ച് പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വേണമെന്നു അല്ലെ, ആ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നു. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഷിഫ്റ്റ് ചെയ്യുക. 450 പ്രൊഡക്റ്റ് ഉണ്ട്. കൃഷി നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ള പ്രൊഡക്റ്റുകൾ, അത് ചിലപ്പോൾ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ആവശ്യമുള്ള ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് മറ്റുള്ള ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്നത് വെസ്റ്റീൽ എന്തൊക്കെയുണ്ട് അതിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. പതിയെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് വെസ്റ്റീലിന്റെ ഒരു നല്ലൊരു കസ്റ്റമറായി മാറുന്നു, നമ്മൾ കൺസ്യൂമറായി മാറുന്നു. അതാണ് ചേഞ്ച് ദ ഷോപ്പ്. എങ്ങനെ നമ്മൾ വാങ്ങുക? നമുക്ക് വാങ്ങുകയാണെങ്കിൽ ഫ്രീ ആയിട്ട്, അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾ ആരെ ഇൻവൈറ്റ് ചെയ്തവർ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഒരു ഐഡിയ എടുത്ത് തരും. ഫ്രീ ആയിട്ട് ഐഡിയ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ പ്രൊഡക്റ്റ് കാണാൻ പറ്റും. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ടാണ് എന്റെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നത്, ഓൺലൈനായിട്ട് വാങ്ങിയിട്ട് വീട്ടിലേക്ക് എത്തിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്, നാട്ടിലുള്ളവർക്കാണെങ്കിൽ ഷോപ്പിൽ പോയി വാങ്ങാം. മലപ്പുറത്ത് തന്നെ ഏകദേശം 12 ഔട്ട്ലെറ്റുകളുണ്ട്. എല്ലാ പിന്നെ ജില്ലകളിലും, ഒട്ടുമിക്ക ജില്ലകളിലും ഔട്ട്ലെറ്റുകളുണ്ട്. പിന്നെ ആലപ്പുഴയും കാസർഗോഡും ഇല്ല, ബാക്കി എല്ലായിടത്തും ഔട്ട്ലെറ്റുകളുണ്ട്. അങ്ങനെ പോയി വാങ്ങാം. അല്ലാതെ നിങ്ങൾക്ക് പോസ്റ്റൽ സാധനം എത്തിക്കണമെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, ചലഞ്ച് എടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ
ഈസിയാണ് അല്ലെ. മിക്ക കമ്പനികൾ ഒരു പ്രൊഡക്റ്റ് വെച്ച് പോലും കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ചെയ്യുന്ന കമ്പനികളുണ്ട്. പക്ഷെ നമുക്ക് ഒരുപാട് ഒരുപാട് പ്രൊഡക്റ്റ് ഉള്ളതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ബിസിനസ് ചെയ്യാം. കൺസ്യൂമർ ബെനിഫിറ്റ്സ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് കൺസ്യൂമറായി നമുക്ക് ബെനിഫിറ്റ്? നമ്മൾ ആദ്യം കൺസ്യൂമറായി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ ബിസിനസ്സിൽ എൻട്രി ആകുമ്പോൾ നമ്മൾ കൺസ്യൂമർ ആയതുകൊണ്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട് നോക്കണം. ആദ്യം നമ്മൾ ഈ ഐഡിയ എടുത്തില്ലേ, ഐഡിയ എടുത്തിട്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട് നോക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ബിസിനസ് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. കുറച്ച് സാധനങ്ങൾ ഉപയോഗിക്കുന്നു, ഈ പ്രൊഡക്റ്റ് കൊള്ളാം, ഞാൻ ഈ പ്രൊഡക്റ്റ് കൊള്ളാം എന്ന് ശേഷമാണ് തീരുമാനമായ ശേഷം മാത്രമാണ് ഞാൻ ബിസിനസ് ആയിട്ട് തിരഞ്ഞെടുത്തതിനെ. നമുക്ക് ഈ സാധനങ്ങൾ വാങ്ങുമ്പോൾ 50% പിന്നെ നമുക്ക് ബെനിഫിറ്റ് ആണ്. അതായത് MRP 10 to 20% ആണ് ഓഫറാണ് കമ്പനി പ്രൊഡക്റ്റ് തരുന്നത്. ഓക്കെ, റീപർച്ചേസ് ഓഫർ അപ് ടു 10%. നമുക്ക് ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴും നമുക്ക് വീട്ടിലെ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അതായത് 10% നമുക്ക് എന്ത് പ്രൊഡക്റ്റ് ആണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. അതുപോലെ ക്യാഷ് ബാക്ക് 5 to 16%. നമുക്ക് ഓരോ മാസവും, അതായത് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്നില്ലേ, സാധനങ്ങൾ വാങ്ങുന്നതിന്റെ ഒരു 5 മുതൽ 16% വരെ എല്ലാ മാസം 10-ാം തീയതി നമ്മുടെ ബാങ്കിലോട്ട് ക്രെഡിറ്റ് ആയിട്ട് തരും. ഈ റിട്ടേൺസ് എന്ന് പറഞ്ഞല്ലോ, ആ കമ്പനി നമ്മുടെ ബാങ്ക് വരെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് തരും, അല്ലെങ്കിൽ ചെക്ക് വേണമെങ്കിൽ ചെക്ക് ആയിട്ട് നമുക്ക് തരും എല്ലാ മാസം 10-ാം തീയതി. അതാണ് പിന്നെ കമ്പനിയുടെ 100% ഒരു കമ്പനി ഒരു എക്സ്ക്യൂസും കാണിക്കത്തില്ല. അതുപോലെ തന്നെ മണി ബാക്ക് ഗ്യാരണ്ടി 100%. നമ്മൾക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് 20 to 25% ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമ്പനിക്ക് റിട്ടേൺ കൊടുക്കാവുന്നതാണ്. കാരണം നമുക്ക് പ്രൊഡക്റ്റ് സൂട്ടബിൾ അല്ല എന്ന് പറഞ്ഞിട്ട്. അത്രയും ഗ്യാരണ്ടീഡ് പ്രൊഡക്റ്റ് ആണ്. ഞാനോ എന്റെ ടീമിലോ ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടില്ല, ആരും തിരിച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല. ആ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് തന്നെ എഴുതിയിട്ടുണ്ട് റിട്ടേൺ ഗ്യാരണ്ടി കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാന്നില്ല, അത് തന്നെ എഴുതിയിട്ടുണ്ട്. അത് ഡയറക്ട് സെല്ലിങ്ങിന്റെ റൂൾസ് പ്രകാരം. കൺസിസ്റ്റൻസി ഓഫർ 2200 മുതൽ 3200. ഇത് നിർബന്ധമല്ല. ഇതൊന്നും അത് കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ നമ്മൾ 4 മാസം ഒരു 100 പോയിന്റ്, അതായത് 2800-നും 3200 ഇടയിൽ സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ 5-ാമത്തെ മാസം 2515 ഫ്രീ പ്രൊഡക്റ്റ് കമ്പനി തരുന്നുണ്ട്. അതായത് കൺസിസ്റ്റൻസി ഓഫർ. മനസ്സിലായി? അത് നിർബന്ധമൊന്നുമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ. വലിയ വലിയ ബിസിനസ് ചെയ്യണം, ഫാസ്റ്റായി ചെയ്യണം, നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും കൺസ്യൂമറിന് കിട്ടുന്ന ബെനിഫിറ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ യാതൊരു മടിയും വേണ്ട. 100% ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കറിയാം ഇ കൊമേഴ്സ് ഇന്നിപ്പോ മിക്ക ആൾക്കാർക്കും വർക്ക് അറ്റ് ഹോമും അത് ഇതൊക്കെയാണ് അല്ലെ, വീട്ടിലെ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയൊക്കെയാണ്. നമുക്ക് ഇ കൊമേഴ്സ് ഇപ്പോൾ പിന്നെ ആമസോണും പിന്നെ അതുപോലെ ഫ്ലിപ്കാർട്ടിലും ഒക്കെ സാധനങ്ങൾ ആൾക്കാർ വാങ്ങുന്നത്. അതുപോലെ തന്നെ വെസ്റ്റേജിന്റെ നമുക്ക് ജസ്റ്റ് അതുകൊണ്ട് നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നൊരു പിന്നെ ബിസിനസ് ഇതാണ് ഇ കൊമേഴ്സ് അല്ലെ. ഇ കൊമേഴ്സ് ത്രൂ ബിസിനസ് വളരെ ഫാസ്റ്റ് ആയിട്ട് പിന്നെ ഗ്രോ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പൊ ഇനി സ്കൂളിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ വരുന്നുണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെ. സ്കൂളിൽ ഏതോ സബ്ജക്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ MBBS പഠിക്കുന്നുണ്ട്, ഒരു സബ്ജക്ട് ഉണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്, അതിൽ വരുന്നുണ്ട്. അപ്പൊ ഇനി വരുന്ന ഫ്യൂച്ചർ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇ കൊമേഴ്സും ആണ്. ഇത് രണ്ടും കമ്പൈൻ ആയിട്ടുള്ള ബിസിനസ് ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റും ഈ ബിസിനസ്സിൽ. അപ്പോ പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ പിന്നെ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഞാൻ പ്രത്യേകം പറയാനുള്ളത്, ഈ അവസരം കിട്ടിയ നിങ്ങൾ പിന്നെ ഈ പ്രാവശ്യം ഒരു പ്രാവശ്യം കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, 1, 2, 3 പ്രാവശ്യം കേൾക്കാം. എല്ലാ ദിവസവും ശനി ഞായർ ഒഴികെ ഈ ദിവസം ഈ ബിസിനസ് പ്ലാൻ ഉണ്ടായിരിക്കൂടെ. അപ്പൊ അതിൽ നിങ്ങൾക്ക് പിന്നെ ഇൻ കേസ് പിന്നെ അഥവാ ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആരാ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഐഡിയ എടുത്ത് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കയ്യിൽ കിട്ടിയ അവസരം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അയ്യോ ഇതൊന്നും പറഞ്ഞിട്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ദയവ് ചെയ്ത്. കാരണം ഞാനും ഇതുപോലെ പിന്നെ വേണോ എന്ന് വെച്ചിട്ട് ഇരുന്നതായിരുന്നു. പക്ഷെ എന്റെ ഫാമിലി ഫ്രണ്ട് തന്നെയാണ് അത് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട്, അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല. കാരണം അവരെന്നെ കൂടെ പറഞ്ഞിട്ട് പിന്നെ അതുകൊണ്ട് ഞാൻ ബിസിനസ് സീരിയസ് ആയിട്ട് നിന്നു. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനും ഒക്കെ നിങ്ങൾക്ക് അവസരമുണ്ട്. ഞാൻ മൈക്ക് ബാക്ക് ടു MC. ഞാനിപ്പോൾ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഒരു മിനിറ്റ്. എല്ലാവരും അൺമ്യൂട്ട് ചെയ്യേ. ഓക്കെ, ഇപ്പൊ അൺമ്യൂട്ട് ചെയ്യാൻ അവസരം എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും. ബാക്ക് ടു MC. മാഡം അക്ഷയ സ്റ്റാർട്ട് ചെയ്തോളൂ. സാർ വളരെ നന്നായി എല്ലാവർക്കും മനസ്സിലാവുന്നത് പോലെ പറഞ്ഞു കൊടുത്തു. താങ്ക് യു സാർ. ഇനി അടുത്തത് ഇന്നത്തെ ഈ ക്ലോസിംഗ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നതിനായി ഞാൻ അശ്വിനി മാഡത്തെ ഇൻവൈറ്റ് ചെയ്യുന്നു. അശ്വിനി മാഡം UAE-യിൽ അക്കൗണ്ട് കളക്ഷൻ ഓഫീസർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ജോലിയുടെ കൂടെ തന്നെ പാർട്ട് ടൈം ആയിട്ടാണ് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഇത് ഫുൾ ടൈം ആയിട്ടും മാഡം ഈ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ സർട്ടിഫൈഡ് NLP പ്രാക്ടീഷണർ കൂടിയാണ്
മാഡം, അശ്വിനി മാഡം, വെൽക്കം. താങ്ക് യു അക്ഷയ. വളരെ നന്നായി തന്നെ എന്നെ ഇൻവൈറ്റ് ചെയ്തു. അപ്പം ഇന്നത്തെ ഈ ഒരു പ്ലാൻ പ്രസന്റേഷനിൽ കഴിഞ്ഞ ശേഷം ഇപ്പൊ നിങ്ങൾക്കൊക്കെ കുറെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി അൺമ്യൂട്ടഡ് ആണ്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഉണ്ടെങ്കിൽ ചോദിക്കാം, ക്ലിയർ ചെയ്തു തരാം. സംസാരിച്ചോളൂ. എന്താണ് ഈ ഒരു ബിസിനസിനെ പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളത്? പ്രോഡക്ട്സിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഓക്കെ, നമ്മളിപ്പോ ഇന്ന് എടുത്തത് ഷോർട്ട് പ്ലാൻ ആണ്. ഓക്കെ, ഡീറ്റെയിൽ പ്ലാൻ പ്രസന്റേഷൻ ആയിരുന്നില്ല, അതുകൊണ്ടാണ് പ്രോഡക്റ്റ് കാട്ടിക്കാതിരുന്നത്. നമ്മളത് ഇന്ത്യന്റെ നമ്പർ 1 ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിയാണ്. മെയിൻലി ഞങ്ങളത് ഹെൽത്ത് പ്രോഡക്ട്സ് ആണ്. അതുപോലെ തന്നെ കൃഷിന്റെ പ്രോഡക്ട്സുകൾ ഉണ്ട്, ബ്യൂട്ടി, പേഴ്സണൽ കെയർ, ഹോം യൂസിങ് പ്രോഡക്റ്റ്, ഇങ്ങനെ 450ഓളം പ്രോഡക്ട്സ് ഉള്ള സ്വന്തം കമ്പനിയാണ്. ഈ പ്രോഡക്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകളാണ്, കെമിക്കൽ ഫ്രീ ആണ്, അതുകൊണ്ട് തന്നെ ഇക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സുകളാണ് എല്ലാം. വേറെ എന്തെങ്കിലും ചോദിച്ചോളൂ, കാരണം ഇത് നിങ്ങൾക്ക് തന്നെ സംസാരിക്കാനുള്ള, നിങ്ങൾക്കിപ്പം ഇത് ആരും ഇപ്പൊ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ക്ലിയർ ആവും. അപ്പൊ മാഡം, നിങ്ങൾക്ക് ആക്ച്വലി ഞങ്ങളുടെ റോൾ എന്താണ് ഇതിനകത്ത്? പിന്നെ ഡയറക്റ്റ് ഓക്കെ സെല്ലിംഗ് അല്ല എന്ന് പറഞ്ഞു. ഓക്കെ അപ്പൊ ഞാൻ ഞങ്ങളെ സ്റ്റോറി തന്നെ പറയാം. നമ്മൾ ഈ ഒരു ബിസിനസ് ഓക്കെ. പ്ലാൻ ഇപ്പൊ നിങ്ങളെ ഇതുപോലെ തന്നെ നമ്മളെ ഒരു ഫ്രണ്ടാണ് ഇൻവൈറ്റ് ചെയ്തത്. ഓക്കെ, ആ സമയത്ത് ഞാൻ ജോലിയിലായിരുന്നു. ഹസ്ബൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്, MEP. ഞാൻ ഒരു UK കമ്പനി കളക്ഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കോവിഡിന്റെ ആ ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ കുറെ ആൾക്കാരെ ജോബ് അൺസ്റ്റേബിൾ ആയിട്ട് കണ്ടു. അപ്പൊ അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു എന്താ, നമ്മ കുറെ വർഷങ്ങള്, ഞാൻ 13 വർഷമായി UAE-ൽ. ആ സമയത്ത് നമ്മൾക്ക് ഫസ്റ്റ് വന്നിട്ട് ആകുമ്പോൾ എല്ലാവരും ജോബിന്റെ വഴിയാണ് ഓടുന്നത്. പിന്നെ ജോബായിട്ട് ഒരു എംപ്ലോയി ലൈഫ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് നെക്സ്റ്റ് തിങ്ക് ചെയ്യുന്നത് ഇതിനേക്കാളും ബെറ്റർ ഒരു ഓപ്ഷൻ അപ്പൊ ബിസിനസ് ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ തന്നെ ഞങ്ങൾ ബിസിനസ്സിലേക്കാണ് ചിന്തിച്ചത്. അപ്പൊ അതില് എനിക്കൊരു ഓൺലൈന് ഒരു ബിസിനസിന്റെ ഒരു ഡ്രസ്സിന്റെ ഓൺലൈൻ മഹിയ കളക്ഷൻ എന്നൊരു ഇതുണ്ട്, പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. ജോലിയുടെ കൂടെയാണ് ഇത് രണ്ടിലേക്കും ഞാൻ കടന്നത്. ഓക്കെ, അപ്പം ഇതേപോലെ തന്നെ പ്ലാൻ പ്രസന്റേഷന് നമ്മൾ ഇങ്ങനെ കേട്ടു. ദുബായിൽ ഓഫീസ് ഉണ്ട്, കറമൽ ഓടുമേത്തല്. ഓഫീസൊക്കെ വിസിറ്റ് ചെയ്തു, പ്രോഡക്റ്റ് ഐഡിയ എടുത്തു, പ്രോഡക്റ്റ് ഒക്കെ ഉപയോഗിച്ച് നോക്കി. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കുറെ വർഷങ്ങളായിട്ട് UAE-ൽ നമ്മൾ താമസിക്കുന്നതല്ലേ. അപ്പം ഇവിടുത്തെ കാലാവസ്ഥക്കും ഇവിടുത്തെ വർക്ക് പ്രഷറിനൊക്കെ നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് നമുക്ക് ക്ലിയർ ആയി, എനക്കും അതെ ഹസ്ബൻഡിനും അതെ. അപ്പൊ അത് ക്ലിയർ ആയത് കൊണ്ടാണ് ഞങ്ങൾ ഇത് ബിസിനസ് ആയിട്ട് ഇത് നമ്മൾ തിങ്ക് ചെയ്തത്. കാരണം എനിക്കൊരു 6 വർഷമായിട്ട് ഒരു ഫുഡ് പോയ്സൺ ആയിട്ട് ഒരു വയറുവേദന ഉണ്ടായിരുന്നു. അണ്ടർ ട്രീറ്റ്മെന്റ് 2.5 ഇയർ ഞാൻ ഉണ്ടായിരുന്നു. 3.5 വർഷം ജോലിക്ക് പോകാൻ പറ്റത് IBS ആയിരുന്നു. സോ അതില് ഒട്ടും ഡെയിലി പെയിൻ കില്ലർ തിന്നേണ്ട ഒരു അവസ്ഥ, അത് ലൈഫ് ലോങ് ആണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു വെസ്റ്റീജിന്റെ ഫൈബർ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്തു. അതിന്റെ ആ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് മെഡിസിൻ ഞാൻ സ്റ്റോപ്പ് ചെയ്തു കംപ്ലീറ്റ്ലി. അപ്പൊ ഈ ഒരു റിസൾട്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നു. അതുപോലെ ഹസ്ബൻഡിന് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു, 1-2 ഹെൽത്ത് ഇഷ്യൂസ് ഇതിൽ ഉള്ള പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് മാറ്റം കണ്ടു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്നത്. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ചേഞ്ച് ദ ഷോപ്പിംഗ് ആണ്. ഓക്കെ, ഇത്രയും കമ്പനി 450 പ്രോഡക്ട്സ് ഉള്ള കമ്പനി നമ്മളെ വീട്ടിലേക്ക് എന്താണോ നമ്മൾക്ക് ഡെയിലി ഉപയോഗത്തിന്റെ സാധനങ്ങൾ, ഹെൽത്ത് പ്രോഡക്ട്സ് എന്താണോ വേണ്ടത് അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്തത്. അങ്ങനെ ഷെയർ ചെയ്തത് ഒരു 3 ഫ്രണ്ട്സ്മാർക്കായിരുന്നു. അതിൽ ഒരാൾ ആയുർവേദ ഡോക്ടർ ആയിരുന്നു. ബാക്കി അവരും ഇതേപോലെ തന്നെ ബിസിനസ് കേട്ടു, പഠിച്ചു, മനസ്സിലാക്കി അവർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മളെ ടീം നമ്മൾ പോലും അറിയാതെ ഇപ്പൊ 5000 ആൾക്കാരുള്ള ഒരു കണക്ഷൻ നമ്മൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. അതിലൂടെ അങ്ങനെ സ്പ്രെഡായി വന്ന ആൾക്കാരും ഇതേപോലെ ചെയ്തു. 5000 ആൾക്കാർ പ്ലസ് ആൾക്കാർ എന്റെ ടീമിലുണ്ട്. ഓക്കെ, 250ഓളം സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓൾ കേരള ടീമുണ്ട്. എല്ലാ മാസവും നമ്മളിപ്പോ ഒരു 14 ലക്ഷത്തിന്റെ ബിസിനസ് ടേൺ ഓവർ ഞങ്ങൾ മന്ത്ലി ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഇത്രയും ബിസിനസ് ഗ്രോ ആയിട്ട് വരുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ജോബ് റിസൈൻ ചെയ്തിട്ട്, എനിക്ക് ഇത് മാത്രമല്ല, എനിക്ക് വേറൊരു സർട്ടിഫൈഡ് ഞാൻ ഒരു കോഴ്സ് കൂടി ചെയ്ത ഒരാളാണ്. എനിക്ക് അതിലേക്കും പോവാം. ബട്ട് ഇതിന് എല്ലാത്തിനേക്കാളും ബെറ്റർ ഈ ഒരു മേഖല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതൊക്കെ ഞാൻ ഒരു സൈഡാക്കി വെച്ചിട്ട് ഇപ്പൊ ഞാനൊരു ടീമിന് വേണ്ടി വർക്ക് ചെയ്യാം. അപ്പൊ ഇതില് ഒരു ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇതിൽ കുറെ ഇന്ന് പ്രവാസികളാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
ഇപ്പൊ നമുക്കറിയാം നമ്മളിപ്പോ കോവിഡ് സമയത്ത് എങ്ങനെയാണ് എല്ലാവരും കടന്നു പോയത് അല്ലെ? ആ സിറ്റുവേഷൻ ഇപ്പൊ വേറൊരു സിറ്റുവേഷൻ വരികയാണ് നമ്മൾക്ക്. ഈ ഒരു പാനിക് കണ്ടീഷനിൽ ഇപ്പം ഒരു പ്രവാസിയായിട്ട് നിൽക്കുന്ന ഇപ്പൊ നമുക്കൊരു ഫ്ലൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പോലും നമുക്കൊരു നല്ലൊരു സ്റ്റേബിൾ ഇൻകമിന്റെ ഒരു വേ ഞങ്ങൾ ഓൾറെഡി ചെയ്തു വെച്ച് കഴിഞ്ഞു. ഇതാണ് ഇതിന്റെ ബ്യൂട്ടി. ഓക്കെ, നമ്മളെ ടീം ഓൾ അറൗണ്ട് ഇപ്പം കുറെ കൺട്രീസിൽ ഇപ്പൊ സിംഗപ്പൂരിൽ, സൗദിയിൽ, UAE, കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഞങ്ങൾക്ക് ടീമുണ്ട്, കർണാടകയിൽ, അങ്ങനെ ഇന്ത്യന്റെ വേറെ ഭാഗങ്ങളിലും നമ്മളെ ബിസിനസ് ഓൾറെഡി സ്പ്രെഡ് ആയി കഴിഞ്ഞു. ഇതാണ് ഈ ബിസിനസിന്റെ ബ്യൂട്ടി. ഓക്കെ, നമ്മൾക്ക് നമ്മളതായ ഒരു ഫ്രീഡമിൽ നിന്നുകൊണ്ട് നമ്മളെ ബിസിനസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. നമ്മളൊരു ഫ്രീ ടൈം ഒരു 2 to 3 അവർ ഡെയിലി ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് വന്നതാണ്. ഓക്കെ, നമുക്കറിയാം ഒരു എന്ത് ബിസിനസ് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണം. അപ്പൊ ഒരു സാധാരണക്കാർക്ക് ഒരു നല്ലൊരു ലെവലിലേക്ക്, ഒരു മില്യനെയർ ലൈഫിലേക്ക് പോകാൻ പറ്റുന്ന അങ്ങനത്തെ എല്ലാ ഫെസിലിറ്റീസ് കമ്പനി ഞങ്ങൾക്ക് ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഇതിൽ ഈ ഒരു ബിസിനസ്സിൽ ഇന്ത്യ ലെവലിൽ നോക്കി കഴിഞ്ഞാൽ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു 5 to 8 years ഒരു ഈ ബിസിനസ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ മുതലുള്ള ആൾക്കാരൊക്കെ ടോപ്പസ്റ്റ് ഇൻകം ഏർണർ എന്ന് പറയുന്ന ഇന്ത്യ ലെവലില് ഏഷ്യയിൽ തന്നെ ഫസ്റ്റ് ആണ് ഡയറക്ട് സെല്ലിംഗിൽ സിദ്ധാർത്ഥ് സിംഗ്. 1.60 lakh 1 crore 60 lakh ആണ് ആള് പെർ മന്ത് ഇൻകം. അതുപോലെ ഓരോരോ സ്റ്റേറ്റുകളിലും ആൾക്കാരുണ്ട്. 5 ലക്ഷം 10 ലക്ഷം ഇങ്ങനെയൊക്കെ എബവ് എല്ലാം എടുക്കുന്ന എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ട്. ഇതാണ് ഈ ബിസിനസ്. നെറ്റ്വർക്ക് ഇതിൽ നമ്മൾ മെയിൻലി മണി ചെയ്യണല്ല നമ്മളത്. നിങ്ങളിപ്പോ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ബൾക്ക് പർച്ചേസ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾക്ക് ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ഷോപ്പിംഗ് ചേഞ്ച് ചെയ്തുകൊണ്ട് പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കുക. പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാവും. ഓക്കെ, ക്വാളിറ്റി മനസ്സിലായാലും മാത്രമേ ആ എക്സ്പീരിയൻസ് ഇന്നൊരാൾക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളതായ ഫ്രീ ടൈം, നമ്മളതായ എല്ലാ ഫിനാൻഷ്യൽ ഫ്രീഡം, നമ്മളതായ എല്ലാം നമുക്ക് ഒരു ഫ്രീ നമ്മൾ ഓൺ ടൈമിൽ ഞങ്ങൾക്ക് വിത്ത് ഫുൾ ഓഫ് ഫ്രീഡമിൽ നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ വന്നിട്ട് നിങ്ങളെ പ്രഷറൈസ് ചെയ്യണമെന്ന് ആരുമില്ല. ബിസിനസിന്റെ ട്രെയിനിങ് ആണ് ഇവിടെ നിങ്ങൾ എല്ലാവർക്കും, എല്ലാ മെമ്പേഴ്സിനും ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഓൺ ലെവലിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റും. ജസ്റ്റ് കണക്ട് ടീം, ദാറ്റ് ഈസ് വിന്നിംഗ് ടീം. ക്ലിയർ ആയോ? റസീന, ക്ലിയർ ആയോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? യെസ് മാം, ക്ലിയർ. ഓക്കെ, അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ നെക്സ്റ്റ് തലമുറക്ക് നമുക്കിത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ലിവ് എ ലെഗസിയിൽ പറഞ്ഞതാണ് ഇപ്പൊ നമ്മൾക്ക് മക്കളുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഈ ബിസിനസ് കൈമാറാം. അങ്ങനെ കൈമാറിയ കുറെ ആൾക്കാർ കേരള ലെവലിൽ തന്നെ ഉണ്ട്. അച്ഛന്റെ ഈ ബിസിനസ്സിനെ മക്കൾ ഏറ്റെടുത്ത് കൊണ്ടുപോയി ജോബൊക്കെ റിസൈൻ ചെയ്ത് വന്ന് ഗവൺമെന്റ് ഫീൽഡിലും ബാങ്ക് എംപ്ലോയി ഒക്കെ ആയി നിൽക്കുന്ന ആൾക്കാർ റിസൈൻ ചെയ്തിട്ട് അച്ഛന്റെ ബിസിനസ് ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് മന്ത്ലി ഇൻകം സ്റ്റാർട്ടിങ് അവർക്ക് 10 lakh ഒക്കെയാണ്. ഓക്കെ, അതൊരു 2014 ഇങ്ങോട്ട് വന്നിട്ട് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്ത അങ്ങനത്തെ പാരന്റ്സിന്റെ മക്കളാണ്. ഇതാണ് ലീവ് എ ലെഗസി. ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ അറിയാം, ഇപ്പം എല്ലാവരും നമുക്കറിയാം, നമ്മൾക്കിപ്പോ എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവർക്കും പിന്നെ അത് ചിന്ത നമ്മളെ പാരന്റ്സിന് അവർക്ക് എന്താ അല്ലെ, നമ്മളെല്ലാവരും ചിന്തിക്കൂലേ അവർക്ക് ഇനി ചെലവിന് കൊടുക്കാൻ ആരാ ഉള്ളേ? എല്ലാവരും സാധാരണ ഒരു മിഡിൽ ഇൻകം ആയ ആൾക്കാർക്കുള്ള എല്ലാവരുടെ ചിന്തയാണത്. അപ്പൊ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പൊ ഞങ്ങളെ പാരന്റ്സിന്റെ നെയിമിലും IDs ഒക്കെ എടുത്തിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ട് അവർക്കും ഫ്യൂച്ചറിൽ ഒരു ഇൻകം വരുന്ന രീതിയിൽ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും. അവർ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കുറെ ആളിലേക്ക് ഇപ്പൊ നമുക്ക് ഒരു ഹെൽപ്പിംഗ് മൈൻഡ് ഉള്ള ഒരാൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിലൂടെ കുറെ ആളെ ജീവിതത്തിൽ ഒരു നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. അവർക്ക് ഹെൽത്ത് കൊടുക്കാൻ പറ്റും, അതുപോലെ അവരെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കാൻ പറ്റും. പലതും നമ്മൾക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി ഈ ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാല് ഈ ബിസിനസിന്റെ ID ക്രിയേഷൻ ആണ് ആദ്യത്തെ ഇത്. ഓക്കെ, അപ്പൊ ഈ ഒരു ബിസിനസ്സിൽ ID ക്രിയേഷൻ ചെയ്തുകൊണ്ട് ഒരു 44 രൂപന്റെ ഒരു സോപ്പ് വാങ്ങിയിട്ടെങ്കിലും ഈ ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ID കട്ടാവില്ല. ഇല്ല എങ്കിൽ ഒരു മാസം ആകുമ്പോൾ നിങ്ങൾ ID കട്ടായി പോകും. അത് എല്ലാ മാസം അല്ല. നമ്മൾ ഒരു ബിസിനസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ ഉപയോഗിച്ച് നോക്കണ്ടേ? നോക്കിക്കഴിഞ്ഞാലല്ലേ നമ്മൾക്ക് അതിന്റെ ഉപയോഗം ഇത് എങ്ങനെയാണ് ബാക്കിയുള്ള സാധാരണ ഷോപ്പുകളിൽ കിട്ടുന്നതിന്റെ പ്രോഡക്റ്റിനെക്കാൾ ഇത് വ്യത്യാസം നമുക്ക് സ്വയം മനസ്സിലാവാൻ വേണ്ടിയിട്ട് വി യൂസ് ആൻഡ് എക്സ്പീരിയൻസ് ഷെയറിങ്. അതാണ് ആദ്യത്തെ കാര്യം.
അപ്പം അതിനുശേഷം പിന്നെ നമ്മളത് ടീം വർക്കായിട്ട് ആൾക്കാരിലെ ഇതേപോലെ തന്നെ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് അവരെ കൊണ്ടുവന്ന് അവരെ ഇരുത്തുക. അപ്പൊ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ അതുപോലെ തന്നെ ഈ ബിസിനസ് ഡെവലപ്പ് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഐ ഡി ക്രിയേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങളെ ഫുൾ നെയിം സെയിം ഇൻ ദ ആധാർ കാർഡ് എങ്ങനെയോ പേരുള്ള അതുപോലെ ഇമെയിൽ ഐ ഡി, ഡേറ്റ് ഓഫ് ബർത്ത്, SMS വരുന്ന ഫോൺ നമ്പർ, അതുപോലെ തന്നെ പോസ്റ്റൽ പിൻകോഡ് ഇത് നിങ്ങൾ കൊടുത്തിട്ടാകുമ്പോൾ ID ക്രിയേറ്റ് ചെയ്യും അവര്, ആരാണോ ഇൻവൈറ്റ് ചെയ്യുക അവര്. അപ്പം നിങ്ങൾക്കൊരു SMS വരും, ഒരു ID ഉണ്ടാവും, ഒരു പാസ്വേഡ് ഉണ്ടാവും. അപ്പൊ അത് അവർക്ക് അയച്ചു കൊടുക്കുക. KYC എന്ന് പറഞ്ഞ വേറൊരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ ആധാർ കാർഡിന്റെ ക്ലിയർ ഫോട്ടോ നിങ്ങൾ ഒന്ന് അയച്ചു കൊടുക്കുക. അത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ID ക്രിയേഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ട് തരും. അതിനുശേഷം നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ പ്രോഡക്റ്റുകളൊക്കെ കാണാം. നമുക്ക് പ്രോഡക്റ്റുകളൊക്കെ കിട്ടുന്നത് DP പ്രൈസ് ആണ്. DP പ്രൈസ് എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ പ്രൈസ് ആണ്. അതില് ഇപ്പൊ ഒരു ജോലി ഇല്ലാത്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ ഇല്ലാത്ത ആൾക്കാർ ഫുൾ ടൈം ആയിട്ട് ഫീൽഡിൽ ഇറങ്ങിയിട്ടും ഇത് സെല്ലിങ്ങിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്, നെറ്റ്വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കേരള ലെവലിൽ തന്നെ ടോപ്പസ്റ്റ് ഇൻകം എടുക്കുന്ന ലേഡീസ് എന്ന് പറഞ്ഞാൽ 8 ലാക്ക് എടുക്കുന്ന ആൾക്കാർ മലപ്പുറം ഡിസ്ട്രിക്റ്റിലുണ്ട്. അവരെ താഴെ 6 ലാക്ക് എടുക്കുന്നവരുണ്ട്. അതുപോലെ 4 ലാക്ക് എടുക്കുന്ന ആൾക്കാരുണ്ട് ഒരേ ടീമിൽ തന്നെ. അപ്പം ഇതാണ് ഈ ബിസിനസ്. അവരൊക്കെ ഒരു 5-8 വർഷമായിട്ട് ഈ ബിസിനസ്സിൽ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പം ഇത് ചെറിയൊരു ബിസിനസ് അല്ല. സില്ലി ആയിട്ട് കാണരുത്. നമ്മൾക്ക് ഇപ്പം നമുക്കറിയാം ഇപ്പൊ ഏത് ഇപ്പം ഇന്റർനാഷണൽ കമ്പനി UAE ഞാൻ 2 സ്ഥലത്ത് വർക്ക് ചെയ്ത ഒരാളാണ്. 13 വർഷം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. 12ഓളം കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ടെമ്പററി ആയിട്ട് കയറി പിന്നെ നല്ല നല്ല കമ്പനികളും ഞാൻ വർക്ക് ചെയ്തതായി. ലാസ്റ്റ് വർക്ക് ചെയ്തൊരു UK കമ്പനി ആയിരുന്നു. ഓക്കെ, ഒരു പ്രോബ്ലം വരുമ്പോ നമ്മൾ അപ്പം അവർ എടുത്തു കളയും. ഇതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഓക്കെ, പിന്നെ എംപ്ലോയി ലൈഫിൽ ഒരു ഗ്രോ ആവുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതിന്റെ അപ്പുറത്ത് നിന്നുള്ളത് നമ്മൾക്ക് ഗ്രോ ആവാന് പറ്റൂല. അതിന് പല കാരണങ്ങളും എല്ലാ കമ്പനികളിലും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാൻ എനി ടൈം നമുക്ക് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാലും നമുക്കൊരു സേഫ് സോൺ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. ഫ്യൂച്ചറിനെ നോക്കിയിട്ട് ജോയിൻ ചെയ്യാം. കറണ്ട് അല്ല, ഫ്യൂച്ചർ നോക്കിയിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, ഒരു 3-4 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ടീം ഉണ്ടാവും, ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവും. അത് ലീഡ് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് UAE-യിലൊക്കെ ഒരു നമ്മൾക്കൊരു പറയുന്ന ഒരു വേർഡ് നമുക്കൊരു ഒരു മാനേജർ ലെവലിൽ എങ്ങനെയാണ് ഒരാൾ വർക്ക് ചെയ്യുന്നത് ഒരു ഓഫീസിൽ പോയിട്ട്. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ എന്റെ വീട്ടിലിരുന്ന് ഞാൻ വർക്ക് ചെയ്യണം. എന്റെ ടീമിൽ കുറേ പേരുണ്ട്. ഞാൻ എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കുകയാണ്. അവർക്കൊക്കെ ആ ഒരു ബിസിനസ് നല്ല സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പിന്നെ ഒന്നുകൂടി പറയാം, ഇന്ത്യ ലെവലിൽ ഞങ്ങൾക്ക് പ്രോഡക്റ്റ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. കേരളത്തിലെ 2 ജില്ല ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും കമ്പനീന്റെ ഔട്ട്ലെറ്റുകൾ ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് പോയിട്ട് വാങ്ങാം, ഷോപ്പിൽ നമുക്ക് ഓൺലൈനിൽ വാങ്ങാം. ഈ 2 ഓപ്ഷനാണ്. ചില ഷോപ്പുകൾ നമുക്ക് പോസ്റ്റലിൽ ഇപ്പം നമുക്ക് നമ്മളെ ഡിസ്ട്രിക്റ്റിൽ ഇല്ല എങ്കിൽ ഓൺലൈനിലോ അല്ല എങ്കിൽ നമുക്ക് കൊറിയർ ആയിട്ടും നമുക്ക് ഷോപ്പുകളിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ചോദിച്ചോളൂ. രണ്ടുപേര് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾക്കൊക്കെ ഉണ്ടാവും, ഡൗട്ട്സ് ഇനി ഉണ്ടാവും, അറിയാം. ശരണ്യ മോഹൻ, അതുപോലെ മുഹമ്മദ് VC, സാമിയ കിരൺ, പിന്നെ വിഭു എന്ന് പറഞ്ഞിട്ടൊരു V2244, മാലിക്, ഡയാന, ദുർഗ, ഇതൊക്കെ പുതിയ ആൾക്കാരാണ്. ചോദിച്ചോളൂ. ആർക്കൊന്നും ഡൗട്ട്സ് ഒന്നും ഇല്ല? പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ അവൈലബിൾ ആണോ? പാലക്കാട് ഉണ്ട്. ഓക്കെ മാം, ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ കൃഷി പ്രോഡക്ട്സ് നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാനൊരു സ്റ്റോറി തന്നെ പറയാം. നമ്മുടെ ടീമില് പാലക്കാട് നിന്ന് മിനി മാഡം എന്ന ഒരാളുണ്ട്. ഓക്കെ, അവര് ഒരു 18 വർഷമായിട്ട് ഒരു സിവിയർ ആയിട്ട് ഒരു ഇമ്മ്യൂൺ ഡിസോർഡർ ഒരു ഡിസീസിൽ
കടന്നുപോയ ഒരാളാണ്. അപ്പൊ അതിനേക്കാളും മുമ്പ് ഒരു ബാങ്ക് എംപ്ലോയി ആയിരുന്നു. പിന്നെ ഫുള്ളി സൈഡായി, ഇരിക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, ഇങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ അവർ ഈ ബിസിനസ്സിൽ വന്നിട്ട് ഇപ്പൊ രണ്ട് വർഷമാണ്. അതില് അവർക്ക് കൃഷിയാണ് അവർക്ക് ഉണ്ടായത്. അവരുടെ ഹസ്ബൻഡ് കൃഷിയായിരുന്നു നോക്കുന്നുണ്ടായത്. ബട്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ആയിരുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളത് ന്യൂട്രീഷൻ പ്രോഡക്റ്റ് ആണ്, ഹെൽത്ത് പ്രോഡക്ട്സ് ആണ്. അപ്പൊ അവര് ഇതിൽ വന്നിട്ട് ഒരു ഫ്രണ്ട് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, വീട്ടിൽ പോയി കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ കൊടുത്തു. 4 മാസം കണ്ടിന്യൂസ് ഈ പ്രോഡക്റ്റ് അവർ യൂസ് ചെയ്തു. ഒരു ദിവസത്തില് എവറി 2 അവറിന് ടാബ്ലറ്റ് എടുക്കുന്ന ഒരാളായിരുന്നു. 8ഓളം ടാബ്ലറ്റ്സ് ഡെയിലി കഴിച്ചാൽ മാത്രമേ ആളെ ലൈഫ് പോവും. സകലമാന ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് അവര് കംപ്ലീറ്റ്ലി ഡോക്ടേഴ്സ് വിട്ട കേസാണ്. അപ്പൊ അങ്ങനെ അണ്ടർ മെഡിക്കേഷൻ മാത്രമാണ് സൊല്യൂഷൻ, വേറൊരു സൊല്യൂഷൻ ഇല്ല. ആ മിനി മാഡം നമ്മൾ ഈ ഒരു വെസ്റ്റിജിന്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് 4 മാസത്തിൽ അവര് സുഖമായിട്ട് ഇന്ന് അവര് ഈ ഒരു UCD എന്ന് പറഞ്ഞ വലിയൊരു പിൻ ലെവൽ ഉണ്ട്, നമ്മൾ പ്രൊമോഷൻ ലെവൽ, അതിൽ എത്തിയിട്ട് മന്ത്ലി ഒരു 1.5 ലക്ഷം എടുക്കുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അവര് മെയിൻലി കൃഷി പ്രോഡക്റ്റ് ആണ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നത്. ഇപ്പൊ ഒക്കെ അവർ പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് പോലും കൊടുക്കാൻ തുടങ്ങി. അതാണ് ഇതുപോലെ കുറെ ആൾക്കാരുടെ സ്റ്റോറി ഉണ്ട്. ഞാൻ പാലക്കാട് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കൊന്ന് സ്ഥലം ഒന്ന് പറയാമോ? ഈ ഡയാന എവിടുന്നാ ജോയിൻ ചെയ്തത്? ഡയാന മാം, സാംസ് ഞാൻ ഈ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഗ്രൂപ്പിലുണ്ടായിരുന്നോ? ഇന്ന് വർക്ക് ജോയിൻ ഫ്രം ചെയ്താണോ? ഹോം ഇന്ന് ഇന്ന് ജോയിൻ ജോയിൻ ചെയ്തതാണ്. ഇന്ന് ജോയിൻ ചെയ്തതാണ്. സ്ഥലം എവിടെയാ? എന്റെ വീട് ആലപ്പുഴ മാവേലിക്കര. ഓക്കെ, ആലപ്പുഴ അല്ലേ? സ്റ്റുഡന്റ് ആണോ ഹൗസ് വൈഫ് ആണോ? അല്ല, ഞാൻ ടീച്ചറാണ്. ഓക്കെ, പ്രൈവറ്റ് സ്കൂളാണോ? അല്ല, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പൊ നിർത്തി, പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, UAE ആണോ? UAE പോകാനായിട്ട് ഇപ്പോഴേ അല്ല, ഏപ്രിലൊക്കെ ആകുമ്പോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഐഡിയ എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ. ഇവിടെ വന്നാലും നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇതില് UAE വരുന്ന സമയത്ത് നമ്മളൊരു ജോലിക്ക് വന്നിട്ട് നമ്മൾ പിന്നെ നോക്കുന്ന ജോലിയാണ് അല്ലെ? അപ്പൊ അതെ. UAE നമ്മൾക്ക് ഏത് കമ്പനി, ഞാൻ പറയാം, 50 ഇന്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു 1.5 വർഷം. ഓക്കെ, ജോലി കിട്ടിയിട്ടില്ല. അതിന് കാരണം UAE എക്സ്പീരിയൻസ് ഇല്ല എന്ന്. ലാസ്റ്റ് എന്റെ ഹസ്ബൻഡിന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടാണ് എനിക്കൊരു 2 മന്തിന്റെ എക്സ്പീരിയൻസ് ആയതിനു ശേഷമാണ് എനിക്ക് ജോലി കിട്ടി തുടങ്ങിയത്. അപ്പൊ എവിടെ പോയാലും ഞങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ നമ്മുടെ ടീമില് ഇതേപോലെ തന്നെ ഒരു 1 ഇയർ ബാക്ക് ഒരു നാട്ടുവിപണി ഗ്രൂപ്പ് എന്ന് ഒരാൾ ജോയിൻ ചെയ്തു. അവർ PhD ഒക്കെ എടുത്തിട്ട് UAE വന്ന ഒരാളാണ്. 2 വിസിറ്റിംഗ് കഴിഞ്ഞിട്ട് ജോലിയൊന്നും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വെസ്റ്റിജിന്റെ ഓഫീസിലൊക്കെ വന്നിട്ട് അവർ ഈ ഒരു ബിസിനസ് ഒരു 1.5 മാസം ഇതിന്റെ ഇതിൽ നമ്മളെ പാർട്ടായിട്ട് നിന്നു. അതിനുശേഷം ഒരു ഇന്റർവ്യൂക്ക് പോയ സമയത്ത് അവർ കൊടുത്തത് നമ്മളെ UAE എക്സ്പീരിയൻസിൽ ഇതിന്റെ എക്സ്പീരിയൻസ് ആണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന് ഈ എക്സ്പീരിയൻസ് കിട്ടിയാൽ നെക്സ്റ്റ് അവർക്ക് ജോലി കിട്ടിയത്. ഓക്കെ, ദുർഗ മാഡം, എനി ഡൗട്ട്? യെസ് മാഡം. നോ. ഓക്കെ, നിങ്ങളും പാലക്കാടനല്ലേ? ഇനി ഒരാളെ സാംസങ് SM-S7 എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണുന്നുണ്ടല്ലോ. മാഡം ഞാനാണത്, അക്ഷയാണ്. ഓക്കെ. ശരണ്യ മുഹമ്മദ് VC മലപ്പുറത്തുനിന്നല്ലേ ജോയിൻ ചെയ്തത്? എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാന്? ശരണ്യ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. സാമിയ കിരൺ, Vivo V224. ഷീബ എന്ന് ഒരാൾ കാണുന്നുണ്ടല്ലോ, പുതിയ ആളാണോ ഷീബ? ഗുഡ് ഈവനിങ് മാം. ഞാൻ ദുബായിൽ നിന്നാണ്. ഞാൻ ഇന്ന് ജോയിൻ ചെയ്തതാണ്. ഓക്കെ, വർക്കിംഗ് ആണോ ഹൗസ് വൈഫ് ഞാൻ ആണോ? വർക്കിംഗ് ആയിരുന്നു. ഇപ്പൊ ഞാൻ എമിറേറ്റ്സ് എയർലൈൻസിലാണ് വർക്ക് ചെയ്തിരുന്നത്, റവന്യൂ അക്കൗണ്ട്സിൽ. ഇപ്പോ ഓക്കെ, ഞാൻ
ഒരു വർഷമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ഈ ഓക്കെ. ഐ ഡി കിട്ടണമെങ്കിൽ നമ്മൾ ഇത്ര രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിക്കണം അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയൊന്നുമില്ല. നമ്മൾക്ക് കസ്റ്റമർ ആയിട്ട് നിൽക്കാം. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും രണ്ടും ഒരേ മെത്തഡാ. ഐ ഡി ഫ്രീ ആണ്. കമ്പനി തരുന്ന നമുക്ക് ഐ ഡി ഫ്രീ ആണ്. ഒരു പ്രോഡക്റ്റ് ഓക്കെ. എങ്കിലും വാങ്ങിയില്ല എങ്കിൽ നമുക്ക് ഒരു മാസമാകുമ്പോൾ ഐ ഡി കട്ടായി പോകും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ ഒന്ന് വാങ്ങിക്കഴിഞ്ഞാലല്ലേ അതൊരു ബിസിനസ് എന്ന് പറയാൻ പറ്റൂ. നമ്മളെ വീട്ടിലൊന്ന് കൊടുന്ന് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊരു ബിസിനസ് ആവാം അല്ലെ. ബട്ട് അത് അതെ. കമ്പൽസറി അല്ല. ഇപ്പൊ ഒരാൾക്ക് ഒന്നും ക്യാഷ് ഇല്ല, അവർക്ക് ഒരു 44 രൂപ വെച്ച് പോലും അവര് ഈ ഒരു ബിസിനസ്സിൽ ഐഡിയ എടുത്തുകൊണ്ട് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്ത് കണക്ട് ചെയ്തിട്ട് അവര് ടീം ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് ആകെ ഡെവലപ്പ് ആവും. അത് അവരവരുടെ കഴിവാണ്. ഓക്കെ. അത് കുറേ ഞാൻ വേറൊരു വെറുതെ ഗ്രൂപ്പിൽ ആ ഓക്കെ സോറി മാം. ഞാൻ വേറൊരു ഗ്രൂപ്പിൽ ഇതുപോലെ ജോയിൻ ചെയ്തിരുന്നു. അപ്പൊ അവര് പറഞ്ഞു 40,000 നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കണം, പർച്ചേസ് ചെയ്യണം സ്റ്റാർട്ടിങ്ങിൽ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഐ ഡി തരുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഫോർ അപ്പൊ അവർ ഞാൻ ആയിരിക്കും. അതുപോലെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. 4 അവർ ആണ്. 40,000 റുപ്പീസിന് സാധനങ്ങൾ വാങ്ങിക്കണം നിങ്ങളെന്ന്. അതെ, കമ്പനി നെയിം 4 അവർ ആണ്. അത് തോന്നുന്നു. അതെ അതെ. 4 അവറിന്റെ ഓഫീസ് ദുബായിലും ഉണ്ട്, അൽക്കൂസിൽ തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ പ്രോഡക്റ്റിന്റെ നമ്മളെ വ്യത്യാസം ഞാൻ പറയാം. നമ്മളത് യു എയിൽ 3.5 ദിറംസിന് സോപ്പ് തുടങ്ങുന്നുണ്ടെങ്കിൽ അവരത് എല്ലാ പ്രോഡക്റ്റ് 100 ദിറംസ് എബവ് ആണ് പ്രോഡക്റ്റ്. അതെ ഓക്കെ. അതെ. അപ്പൊ അവരെന്ന് പറഞ്ഞ ഫോറിൻ കമ്പനിയാ, നമ്മളത് ഇന്ത്യൻ കമ്പനിയാ. ഇന്ത്യൻ അതെല്ലേ. കമ്പനീന്റെ ഓൺ പ്രോഡക്ട്സ് ആണ്. നമുക്ക് പ്രൈസ് കുറവാണ്. നമ്മളെ സെൻസുഡന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞ ഇപ്പൊ നമുക്ക് യു എയിൽ നമുക്ക് കാണാം 35 ദിറംസും ഉണ്ട് 100 അതെ ഗ്രാമിന്റെ. അതെ ഇത് അതെ. ഈ സെയിം ക്വാളിറ്റിന് നമ്മളെ വെസ്റ്റീജിന്റെ ടൂത്ത് പേസ്റ്റിന് 7 ദിറമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ യു എയില് നമുക്ക് ഒരു വർഷമായിട്ട് കമ്പനി ഇപ്പൊ പ്രോഡക്ട്സ് ഇടുന്നില്ല. ഇത് ആ കോവിഡിന് ശേഷം ഇവിടെ കുറച്ച് നമുക്ക് മാർക്കറ്റ് ഡൗൺ ആയി. പിന്നെ കമ്പനി ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ഇവിടെ 100ഓളം പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു. 13 വർഷമായിട്ട് യു എയില് വെസ്റ്റീജിന്റെ ഓഫീസ് ഉണ്ട്. നമ്മൾ ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്തിട്ട് 2.5 വർഷമാണ് ഞങ്ങൾക്ക് 2.5 അല്ല 3 വർഷത്തോളം പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ 1 ഇയർ ആയിട്ടാണ് ഇവിടെ പ്രോഡക്റ്റ് ഇല്ലാത്ത. ഓഫീസ് ഉണ്ട്. ശരി. ഓക്കെ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾക്ക് ഇന്ത്യയിൽ നിന്ന് ഷിപ്മെന്റ് ഇട്ടിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പൊ പ്രോഡക്റ്റ് കൊണ്ടുവരാറുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സർക്കിളിൽ വരുമ്പോൾ അവരുടെ അടുത്ത് കൊണ്ടുവരാൻ പറയും. ഓക്കെ. അങ്ങനെയും നമുക്ക് ഇപ്പൊ ഇവിടെ കസ്റ്റമേഴ്സ് യു എയിലുണ്ട്. ഇവിടുന്ന് നമുക്ക് കൊടുക്കും. ആൾക്ക് വേണ്ടുന്ന ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. ശരി. ഓക്കെ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇതില് ആ ഒരു പേടിക്കേ വേണ്ട. നിങ്ങൾക്ക് കമ്പൽസറി ഇപ്പൊ നമ്മുടെ ടീമിൽ ഇത്രയും ആൾക്കാർ വന്ന് നിങ്ങൾക്ക് വേണം അവരുടെ അടുത്ത് ചോദിക്കുക. ആരുടെ അടുത്ത് നമ്മള് കമ്പൽസറി പർച്ചേസ് എന്ന് പറഞ്ഞ സംഭവേ ഇല്ല. ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യും, അതിനെ എങ്ങനെ സ്ട്രക്ചറായി കൊണ്ടുപോകും, ആൾക്കാർ വന്നാലല്ലേ നമ്മൾക്ക് ബിസിനസ് ഉണ്ടാവും. അതെ അതെ അതെ. ശരിയല്ലേ? വെറുതെ കസ്റ്റമേഴ്സ് ജോയിൻ വേണം. ചെയ്തിട്ട് അതെ, നമുക്കറിയാം വെറുതെ നമ്മളൊരു ഷോപ്പ് നമ്മൾ വെസ്റ്റീജിന്റെ നമ്മള് ഒരു ഐഡിയ എടുക്കുന്നു പറഞ്ഞാൽ നമ്മൾ വെസ്റ്റീജിന്റെ ഒരു ഷോപ്പ് ഇട്ട പോലെ മെന്റലി നമ്മളത് വിചാരിക്കണം. ഓക്കെ. അതെ ഇതിലേക്ക് അതെ. കസ്റ്റമർ ആയിട്ട് ആൾക്കാർ വന്നാലല്ലേ ഞങ്ങളെ ഷോപ്പിൽ കച്ചവടം നടക്കുള്ളൂ. അല്ലെങ്കിൽ നടക്കുമോ? അതെ അതെ. ഇല്ല. അതുപോലെ ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഇത്രയും വലിയൊരു ടേൺ ഓവർ, ഇപ്പൊ ഞാൻ പറയാം, എന്റെ ഹസ്ബൻഡിന് അച്ഛന് ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ട് ഞങ്ങൾക്ക് നാട്ടില്. അച്ഛന് ഈ കച്ചവടമൊന്നുമില്ല. അച്ഛനൊരു നമ്മളെ ഒരു കുറ്റിക്കോൽ, മീൻസ് സ്ഥലത്തിന്റെ പേര് കുറ്റിക്കോൽന്ന, കാസർഗോഡ് ടൗണിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ. ഈ കുറ്റിപ്പുറം അല്ലേ? അല്ല, കുറ്റിക്കോല് ബന്തെടുക്കാന്നല്ല കേട്ടിട്ടുണ്ടോ കാസർഗോഡ്? അതറിയില്ല. ഞങ്ങള് തൃശ്ശൂരാണ് നാട്ടില്. ആണോ? ഓക്കെ. അപ്പൊ ആ സ്ഥലത്ത് എന്ന് പറഞ്ഞ മെയിൻ സിറ്റിന്ന് ഒരു 30 കിലോമീറ്റർ, ബട്ട് മെയിൻ ഹൈവേ തന്നെ ടച്ച് ആയിട്ടുള്ള ഷോപ്പാ. അവർക്ക് അച്ഛനൊന്നും ആ കച്ചവടമൊന്നും ഇല്ല. ഇപ്പൊ ഞങ്ങൾ ഇത്രയും ടേൺ ഓവർ ഞങ്ങൾക്ക് മന്ത്ലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ നെറ്റ്വർക്കിൽ തന്നെയാണ് ഇത് നടക്കുന്നുള്ളത്. അപ്പൊ ഈ കാലഘട്ടത്തിന്റെ ബിസിനസ് ആണ് ഇത്. ഓക്കെ. ഇപ്പൊ ഇതില് നമുക്ക് സാധാരണ ഒരു മിഡിൽ ഇൻകമിന്റെ ആൾക്കാർക്ക് മുകളിലേക്ക് വരാനുള്ള ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഇതായിരുന്നു തോന്നുന്നത്. നമുക്കിപ്പോ അറിയാലോ, യു എയില് നമ്മൾക്ക് ഒരു ബിസിനസ് ഇപ്പൊ നമ്മൾക്ക് കുറെ വർഷം വർക്ക് ചെയ്യുമ്പോൾ ഹസ്ബൻഡ് മെയിന്റനൻസ് ഫീൽഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു തുടങ്ങേണ്ട നല്ല ഓപ്ഷൻ ഉണ്ടായത് മെയിന്റനൻസ് ആണ്. അപ്പൊ അതില് നമ്മളിപ്പോ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കുറെ വർഷങ്ങൾ അല്ലെ, ഒരു 3 വർഷമൊക്കെ നമ്മൾ അതിന്റെ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അത്ര ടൈം എടുക്കണം. അതിലൊരു റിസ്ക് ഉണ്ട്. അപ്പൊ നമ്മൾ രണ്ടാളും ഒന്നിച്ച് നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിൽക്കുന്ന വരമർത്തുക. അപ്പം നമ്മൾക്ക് ആ ഒരു റിസ്ക് ഫാക്ടറിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം കുറെ ആൾക്കാർ ഫെയിൽ ആകുന്നുണ്ട്. അപ്പൊ ആ ഒരു റിസ്ക് ഈ നാടായതുകൊണ്ട് നമ്മളെ സ്വന്തം മദർലാൻഡും അല്ല, വേണോ വേണ്ടിയോ ഇങ്ങനെ തിങ്ക് ചെയ്ത് നിൽക്കുന്ന സമയത്ത് കുറെ നമുക്ക് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. കുറെ പേര് സ്പോൺസർ ചെയ്യാൻ റെഡി ഉണ്ടായിരുന്നു. നമ്മൾ നടത്തിയാൽ മാത്രം മതി.
ബട്ട് വേറൊരു ഉം. ആൾക്കാർക്ക് ആ ഒരു നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. തുടങ്ങുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട്. അപ്പൊ അതില് അതെ ഞാൻ നോക്കിയതില് ഏറ്റവും ഇപ്പൊ ഇവിടെ ബെസ്റ്റ് ദുബായിൽ നമുക്ക് സ്പോൺസറുടെ ആവശ്യമില്ലല്ലോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, സ്പോൺസർ വേണ്ടല്ലോ. അപ്പൊ ഒരുപാട് പേര് ഇപ്പൊ ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം എന്നിങ്ങനെ വിചാരിക്കുകയാണ്. ബിസിനസ് ഇപ്പൊ അങ്ങനെ സ്റ്റാർട്ടപ്പ് ഞാനൊന്ന് സ്വന്തമായിട്ട് തുടങ്ങി നോക്കിയ ഒരാളാണ്. ഓക്കെ, ഞാനിപ്പം ജോലിന്റെ സമയത്ത് തന്നെ ഒരു മാസത്തിൽ ഞാൻ 2.5 ലക്ഷത്തിന്റെ ബിസിനസ് ഇന്ത്യൻ മനീൻ്റെത് ഞാനിവിടെ ചെയ്യുന്നുണ്ടായിരുന്നു, ഡ്രസ്സിന്റെ. അത് ഒറ്റക്ക് സ്റ്റാഫ് വെച്ചിട്ടൊന്നുമല്ല. ഓക്കെ, അപ്പൊ അതില് ഉണ്ട് ഫെയിലേഴ്സ് ഞാൻ അനുഭവിച്ചു എന്താന്നുള്ളത്. അതിന്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഒക്കെ ഞാൻ കണ്ടു. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനേക്കാളും ഏറ്റവും ആ ഒരു ബിസിനസ് ലൈസൻസ് ഒക്കെ എടുത്ത് ചെയ്ത ഒരാളാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ ഏറ്റവും ബെസ്റ്റ് എനിക്ക് കണ്ടതിൽ ഞാൻ ഇത് തന്നെയാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു ഹെൽത്ത് പ്രോബ്ലം ഇപ്പൊ 2 മന്ത് ബാക്ക് എനിക്ക് കുറച്ച് നല്ല ഹെൽത്ത് ഇഷ്യൂസ് വന്നു. ആ ഹെൽത്ത് ഇഷ്യൂസ് വന്ന സമയത്ത് ഒരു 3-4 ഹെൽത്ത് ഇഷ്യൂസ് ഒന്നിച്ച് വന്നു. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കി എന്റെ ഈ ബിസിനസ് നല്ല രീതിയിൽ ഓടുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആ സമയത്ത് മീൻസ് ഇങ്ങനെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചത് കൊണ്ടല്ലേ നമുക്ക് അങ്ങനെ ഒരു ടീം, നമ്മളെ ടീമാണ് വർക്ക്, നമ്മൾ ചെയ്ത് വെച്ച ആ സിസ്റ്റമാണ് പിന്നെ വർക്ക് ചെയ്യുന്നത്. മനസ്സിലായി. പിന്നെ അതെ. താങ്ക് യു മാം. പിന്നെ കുറെ പേർക്ക് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മണി ചെയിനും അത് വേറെയാണ്. ഓക്കെ, ഇപ്പം ഷീബ മാഡമിനെ ഞാൻ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ തന്നെ എനിക്ക് ക്യാഷ് കിട്ടുന്നുണ്ടെങ്കിൽ അത് മണി ചെയിൻ ആണ്. ആ ടൈപ്പ് ബിസിനസ് അല്ല ഇത്. നിങ്ങളെ ബിസിനസ്സിൽ നിങ്ങള് ടീമായിട്ട് നിങ്ങൾക്ക് ബിസിനസ് ആവുന്ന സമയത്ത് അത് എന്റെ വോല്യൂം കൂടിയാണ്. ഈ ബിസിനസ്സിൽ വേറൊരു ബ്യൂട്ടി, നോർമലി നമുക്ക് ഈ പിരാമിഡ് മോഡലാണ് മണി ചെയിൻ. അതില് എപ്പോഴും മുകളിലുള്ളവർക്ക് ക്യാഷ് കിട്ടും, താഴെയുള്ളവർക്ക് കിട്ടൂല. അങ്ങനെയാണ് അത് ആ സിസ്റ്റം പോകുന്നത്. നമ്മളത് അങ്ങനല്ല. നമ്മളത് സൺഫ്ലവർ സിസ്റ്റമാണ്. സൺഫ്ലവർ സിസ്റ്റം എന്ന് പറഞ്ഞാല് ഇപ്പൊ എന്നെക്കാളും ഇൻകം എടുക്കാൻ പറ്റുന്ന ഒരാളാണ് ഷീബ മാഡം വന്നു കഴിഞ്ഞാൽ. പറഞ്ഞാൽ ആർക്കും മീൻസ് നമ്മൾ ഈ ടീമിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് അപ്ലൈനേക്കാളും കൂടുതൽ ഇൻകം എടുക്കാൻ പറ്റും. അതിന്റെ ഒരു സ്റ്റോറി ഞാൻ പറയാം. ഹൈദരാബാദില് സലീം സാർ എന്ന് പറഞ്ഞ ഒരു സാർ ഉണ്ട്. അവര് ഒരു ടാക്സി ക്യാബ് ഡ്രൈവർ ആയിട്ട് ഈ ബിസിനസ്സിൽ വന്ന ഒരാള് കുറെ വർഷങ്ങൾക്ക് മുമ്പ്. 21 വർഷമായി ഈ കമ്പനി. ഓക്കെ, അപ്പൊ ആ സാറിന്റെ ഇൻകം എന്ന് പറയുന്നത് ഇപ്പൊ 18 lakh ആണ്. കഴിഞ്ഞ വർഷം 8 മാസം മുമ്പ് 14 lakh ആയിരുന്നു. അപ്പൊ ഇത്ര ഒരു വർഷത്തിൽ എത്ര പെട്ടെന്ന് ഗ്രോ ആയി, ഇതാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ ആ സാറിന്റെ താഴെ 18 ലക്ഷവും 20 ലക്ഷം എടുക്കുന്ന ആൾക്കാരുണ്ട്. സാറിന്റെ ടീമിൽ ജോയിൻ ചെയ്തവര് അപ്ലൈനേക്കാളും ഡൗൺലൈൻ എടുക്കുന്നുണ്ട്. അപ്പൊ അത് അവരവരെ കഴിവാണ് കേട്ടോ. അവരവരെ കഴിവിന് ഞങ്ങൾക്ക് ഈ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റും, ഇൻകം എടുക്കാൻ പറ്റും, ആർക്കും കൊടുക്കാൻ പറ്റും. എനിത്തിങ് എൽസ്? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇനി ഇല്ലെന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. ഐഡിയ എടുത്തിട്ട് ആലോചിക്കാതെ ഡൗട്ട് മൈൻഡിൽ നിൽക്കാതെ സ്റ്റാർട്ട് ചെയ്യുക. ഇത് നിങ്ങൾക്കൊരു ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു അസറ്റ് വാങ്ങിയ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് ഇത് എത്തിയിട്ടുണ്ടാവും. നമ്മൊരു നാട്ടിലൊരു നല്ലൊരു കണ്ണായ സ്ഥലത്തൊരു ഭൂമി വാങ്ങിയിട്ട് കഴിഞ്ഞാൽ അതിന്റെ റേറ്റ് എങ്ങനെ കൂടും, അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്സിൽ ഐഡിയ എടുത്തിട്ട് നിങ്ങൾ വിശ്വാസത്തോടെ വരിക. ഇത് ഇന്ത്യൻ കമ്പനിയാണ്, മണി ചെയിനല്ല, കൂട്ടിപ്പോവില്ല. 21 വർഷമായ കമ്പനിയാണ്, സ്വന്തം പ്രോഡക്ട്സ് ആണ്, എല്ലാ പ്രോഡക്റ്റും ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ആണ്. ഓക്കെ, അപ്പം ആർക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം, ക്ലോസിംഗ് സെഷനിലേക്ക് പോവാം. ഓക്കെ, അക്ഷയ മാഡം, ബാക്ക് ടു MC. ഇന്നത്തെ പ്ലാൻ പ്രസന്റേഷൻ സുരേഷ് സാർ എല്ലാവർക്കും നന്നായി പറഞ്ഞു തന്നു. അതുപോലെ എല്ലാവരുടെയും ഡൗട്ടൊക്കെ അശ്വിനി മാഡം ക്ലിയർ ചെയ്തു. താങ്ക് യു സാർ, താങ്ക് യു മാഡം. നിങ്ങളുടെ ഈ സക്സസ് ലൈഫ് ഡ്രീമിലേക്ക് എല്ലാവർക്കും ഈ ബിസിനസ്സിലൂടെ എത്താൻ സാധിക്കും. അപ്പൊ എല്ലാവരും ഈ ബിസിനസ്സിൽ നിങ്ങളെ ആരാണ് ഇൻവൈറ്റ് ചെയ്തത് അവരുമായി കോണ്ടാക്ട് ചെയ്യുക, ഐഡിയ എടുത്ത് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ഗുഡ് നൈറ്റ്, വിഷ് യു വെൽത്ത്.